അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എൻ്റെ പ്രിയമുള്ളവരെ മക്കയിലെ ഏറ്റവും വലിയ കുന്നിന്റെ മുകളിലൂടെ ഏറ്റവും വലിയ മലഞ്ചെരുവിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. പഴയ കാലത്ത് മക്കയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാടുകളും മലകളും കുന്നുകളെ കൊണ്ട് നിറക്കപ്പെട്ട പ്രദേശമായിരുന്നു പഴയ കാലത്ത് മക്ക എന്ന് പറയുന്നത്. ആ പുണ്യമായ ഗേഹത്തിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ട് ചോദിക്കുന്നു, യാ സ്വഹാബ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കാണാൻ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് അല്ലാഹുവേ പടച്ചുറപ്പേ, സ്വഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഈ കുന്നിന്റെ മുകളിൽ ഞങ്ങൾ നിന്നിട്ട് താഴോട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഇതാ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും അല്ലാഹുവേ മറ്റ് സ്വഹാബത്തിന്റെയും കൊച്ചു കൊച്ചു കൂരകളാണ് നബിയേ, അല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ഇവിടെ കാണാൻ കഴിയുന്നില്ലല്ലോ നബിയേ എന്നതാ അവിടുന്ന് സ്വഹാബത്ത് അവിടുന്ന് പറയുകയാ. പടച്ചുറപ്പേ, ഇത് സ്വഹാബത്ത് അവിടുന്ന് പറയുമ്പോൾ അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറയുകയാണ്, സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, യാ സ്വഹാബ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈത്തപ്പന ഓലകളെ കൊണ്ട് മറക്കപ്പെട്ട സ്വഹാബത്തിന്റെ കൊച്ചു കൊച്ചു കൂരകളാണോ നിങ്ങൾ കാണുന്നത്? എന്നാൽ അതിലും വലിയൊരു സംഭവം ഞാൻ ഇവിടെ കാണുന്നുണ്ട് സ്വഹാബ. അതാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, സ്വഹാബ, ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോ പടച്ചുറപ്പേ ഖത്റുൽ മത്രി, ആകാശ ലോകത്തിന്നതാ മയത്തുള്ളികൾ താഴോട്ട് വീഴുന്നത് പോലെ പടച്ചുറപ്പേ ഫിത്നകൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട് സ്വഹാബ, ഫിത്നകൾ താഴോട്ട് ഇറങ്ങുന്നുണ്ട് സ്വഹാബ. ഇത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് അതാ എൻ്റെ പ്രിയമുള്ളവരെ ഈ ലോക സമൂഹത്തെ പഠിപ്പിക്കുകയാ. അന്ന് തുടങ്ങിയതാണ് ഫിത്ന ഇറങ്ങല്, അന്ന് തുടങ്ങിയതാണ് ഭൂമി ലോകത്ത് അല്ലാഹുവേ ഫിത്ന ഇറങ്ങല്. ഇന്നും നമ്മുടെ നാടുകളിൽ പ്രശ്നങ്ങളാണല്ലോ പടച്ചുറപ്പേ, കുടുംബത്തിന്റെ വിഷയങ്ങളാണല്ലോ. അല്ലാഹ്, ഒരു കല്യാണം ഉണ്ടായാൽ അവിടെയും നിന്ന് ഫിത്നകൾ പറയുകയാണല്ലോ, ഒരു മജ്‌ലിസ് ഉണ്ടായാൽ അവിടെയും ഫിത്നകൾ വന്നു ചേരുകയാണല്ലോ. എന്ത് നന്മകളാകട്ടെ, എന്ത് സദസ്സുകളാകട്ടെ, അവിടെയെല്ലാം ഇന്ന് ഫിത്നകൾ വന്നു ചേരുന്ന കാലഘട്ടമാണല്ലോ. ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാ ഭൂമി ലോകത്തേക്ക് ഫിത്നകൾ ഇറങ്ങുന്നു സ്വഹാബ, ഭൂമി ലോകത്തേക്ക് ഫിത്നകൾ ഇറങ്ങുന്നുണ്ട് സ്വഹാബ. ഈ ഫിത്നകൾ നിറക്കപ്പെട്ട കാലഘട്ടത്തിലാണ്, ഈ ഫിത്നകളെ കൊണ്ട് നിറക്കപ്പെട്ട കാലഘട്ടത്തിലാ എൻ്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, ഈ ദുനിയാവിൽ നിന്ന് അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകം കനകതമാകണമെങ്കിലോ, അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗലോകത്തിൽ നമ്മൾ എത്തിപ്പെടണമെങ്കിലോ അതാവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയണേ. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ സ്വർഗം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. മനസ്സിനകത്ത് അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗം വേണം, അള്ളാന്റെ സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വേണം എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കണ്ടേ വാപ്പാ? ആ പുണ്യമായ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹുവേ നമ്മൾ മാറ്റിവെക്കണ്ടയോ? എന്നാലല്ലേ അള്ളാന്റെ സ്വർഗം നമുക്ക് നേടാൻ കഴിയുക, അള്ളാന്റെ പരിശുദ്ധമായ സ്വർഗ ലോകം നമുക്ക് നേടാൻ കഴിയുക. അതാ പറഞ്ഞത്, റസൂലുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ.
ഇൻഷാ അല്ലാഹ് ആ ഒരൊറ്റ കാര്യം നമുക്ക് പറയാണല്ലോ, ജീവിതത്തിൽ സ്വർഗ്ഗത്തിൽ കടക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച കാര്യം നമുക്ക് പറയണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബ, ഇവിടുന്ന് ഖത്തറുൽ മത്തരി മഴത്തുള്ളികളെ പോലെ ഫിത്നകൾ താഴോട്ട് ഇറങ്ങുന്നത് ഞാൻ കാണുന്ന സഹാബ. ഈ ഫിത്നകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗ്ഗം നമുക്ക് നേടാൻ കഴിയണം. എന്താ പറഞ്ഞേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം നമുക്ക് നേടാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എന്താണ് എൻ്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പുണ്യമായ സ്വർഗ്ഗലോകം നേടാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്ത് കാര്യം ചെയ്താലാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം നമുക്ക് നേടാൻ കഴിയുക. നമ്മളൊക്കെ ആഗ്രഹം എന്താ? പഠിച്ചവന് സ്വർഗ്ഗം വേണം അല്ലേ? നിന്നോട് ഈ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്, എന്താ നിന്റെ ആഗ്രഹം? ഇവിടെ നിസ്കരിക്കുന്നില്ലേ? ഉണ്ട്. നോമ്പെടുക്കുന്നുണ്ടോ? ഉണ്ട്. എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മൾ എന്ത് പറയും അല്ലേ? സ്വർഗ്ഗം അല്ലേ? ഞാനും പറയും, നിങ്ങളും പറയും, നമ്മുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന എല്ലാവരും പറയും. പക്ഷെ ആ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുന്നുണ്ടോ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു. ഇന്ന് നമ്മൾ അങ്ങ് മരിച്ചാൽ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ എത്ര തെറ്റുകൾ ചിന്തിച്ചു, എത്ര ഹറാമ് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു, എത്ര ഹറാമ് നമ്മൾ പ്രവർത്തനത്തിലൂടെ വന്നു. ഒന്ന് ആലോചിച്ച്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മളൊക്കെ എത്ര തെറ്റുകളാണ് ഒരു ദിവസം ചെയ്യുന്നത് അല്ലേ? നമ്മൾ കാണുന്ന എത്ര തെറ്റുകളാണ്. അല്ലാഹു തആല ബോധം നൽകട്ടെ. അതുകൊണ്ട് അതിനൊക്കെ മറികടന്നിട്ട് ചില നന്മകൾ നമ്മൾ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയും. ഈ തെറ്റുകൾ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ തിന്മകളെയും മാറ്റി നിർത്തിയിട്ട് നമ്മൾ ചില നന്മകൾ ചെയ്താൽ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, അതാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എൻ്റെ അധികാരം ആരുടെ നിയന്ത്രണത്തിലാണ്? എൻ്റെ ജീവിതം ആരുടെ നിയന്ത്രണത്തിലാണോ, ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ തന്നെയാണ് സത്യം, അവൻ തന്നെയാണ് സത്യം. അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് വരെ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ലഭിക്കില്ലല്ലോ. നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് വരെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരമോന്നതമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ പുണ്യമായ സ്വർഗ്ഗലോകം നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ലഭിക്കില്ല. പുണ്യമായ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ആ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, നിങ്ങളുടെ മുമ്പിലേക്ക് സ്വർഗ്ഗത്തിന്റെ എല്ലാ അനുഭൂതികളും കടന്നു വരണമെങ്കിൽ, ആ പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ എല്ലാവിധ മണിമാളികകളെ കൊണ്ട് നിറക്കപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ട, ഞാനും ആഗ്രഹിക്കുന്ന എല്ലാവരും കടക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ പുണ്യമായ സ്വർഗ്ഗലോകം നമുക്ക് കരഗതമാക്കണമെങ്കിലോ ഹൃദയത്തിൽ നമ്മൾ ഈമാൻ കൊണ്ട് നടക്കണമല്ലോ, സത്യവിശ്വാസികളായിട്ട് മാറണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ. മാത്രമല്ല, നിങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളവരാകുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തന്നെ സത്യവിശ്വാസിയാകുന്നതല്ല. നിങ്ങളുടെ കൂടപ്പിറപ്പിനോട്, കൂട്ടുകാരോട്, അയൽവാസികളോട് നിങ്ങൾ സ്നേഹം വെക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തന്നെ സത്യവിശ്വാസിയാകുന്നതല്ല. നിങ്ങൾക്ക് സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയാകണം. നിങ്ങൾ മറ്റുള്ളവരോട് പരസ്പരം ഇഷ്ടം വെക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും തന്നെ സത്യവിശ്വാസിയാകുന്നതല്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. എന്നിട്ട്
എന്നിട്ട് അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം സ്വഹാബ, നിങ്ങൾ ആ കാര്യം ചെയ്താലുണ്ടല്ലോ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും ഉമ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സഹോദര. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാനുള്ള കാര്യമാണല്ലോ, എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങൾക്കിടയിലുണ്ടല്ലോ, നിങ്ങളെ കൂട്ടുകാർക്കിടയിലുണ്ടല്ലോ, നിങ്ങളെ കുടുംബക്കാർക്കിടയിലുണ്ടല്ലോ, നിങ്ങളുടെ അയൽവാസികൾക്കിടയിലുണ്ടല്ലോ, നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണേ, സലാമിനെ പരത്തണേ. അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസി എന്ന പദവി നിങ്ങൾക്ക് തരികയാണല്ലോ. മാത്രമല്ല നിങ്ങൾക്കിടയിൽ അല്ലാഹു പരസ്പരം സ്നേഹത്തെ ഇട്ട് തരികയാണല്ലോ. അല്ലാഹുവേ, എത്രയോ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം നൽകുന്നതെന്നറിയോ? എത്രയോ പവിത്രമായ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതെന്നറിയോ? ഒരു ഇഷ്ടമുള്ളവന് അല്ലാഹുവിന്റെ ഇഷ്ടമുള്ളവന്റെ അടയാളമാണ് സലാം പറയലോ. അല്ലാഹ് സത്യവിശ്വാസിയുടെ അടയാളമാണ് സലാം പറയലോ. ആ അടയാളമല്ലേ ഉമ്മ നമ്മുടെ ജീവിതത്തിനകത്ത് വേണ്ടത്, നമ്മുടെ ചിന്തയിൽ വേണ്ടത്, നമ്മുടെ മനസ്സിനകത്ത് വേണ്ടത്. പടച്ചറബ്ബേ, എങ്ങനെയൊക്കെ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകം നേടാൻ കഴിയും? അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗലോകം എനിക്ക് എങ്ങനെയെല്ലാം നേടാൻ കഴിയും? അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ പണിയെടുക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബ് ഇവിടുന്ന് പറയുകയാണ്, നിങ്ങൾ സത്യവിശ്വാസിയാകുന്നത് വരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ കഴിയില്ല. നിങ്ങൾ സത്യവിശ്വാസിയാകണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരണം. നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകാൻ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ, അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ, നിങ്ങൾക്കിടയിൽ സലാമിനെ പരത്തണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുകയാണ്, ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. പടച്ച തമ്പുരാൻ നമ്മെ കാണുന്നുണ്ടെന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ വേണേ, നമ്മുടെ ജീവിതത്തിൽ വേണേ. പടച്ച റബ്ബേ, വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ ശരിയായ വാക്ക് പറയണേ സത്യവിശ്വാസികളെ. നിങ്ങളുടെ വാക്ക് ശരിയായ വാക്ക് മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. എന്നിട്ട് അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ, യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എന്നാ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുകയോ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കുമല്ലോ. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ ചെയ്തു കൂട്ടിയ, കണ്ടുകൂട്ടിയ, ചിന്തിച്ചു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങൾ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കുകയാ. പടച്ച തമ്പുരാനെ നിങ്ങൾക്ക് പൊറുത്തു തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്, എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വാക്ക് നിങ്ങൾ നന്നാക്കി, നിങ്ങൾ നല്ല കലാമ് പറയുന്ന നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ മറ്റുള്ള സഹോദരങ്ങളോട്, നിങ്ങളുടെ അയൽവാസികളോട് നല്ല നിലയിൽ നിങ്ങൾ സംസാരിക്കും. അങ്ങനെ നിങ്ങൾ നല്ല സംസാരം സംസാരിച്ചാൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു തആല നന്നാക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു തആല പൊറുക്കും. ജീവിതത്തിൽ പിന്നെ തെറ്റുണ്ടോടാ? മനസ്സിലാക്കുക.
നമ്മൾ നല്ല വാക്ക് പറഞ്ഞാൽ, നല്ലത് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ തിന്മകളില്ല. അല്ലാഹ് ബോധം തരട്ടെ, അല്ലാഹ് ബോധം തരട്ടെ. അതാ നല്ല വാക്ക്, അഫ്ശുസ്സലാമ ബൈനക്കും, നമുക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. ഒരു മനുഷ്യനോട് നമ്മൾ ആദ്യം പറയേണ്ടത് എന്താ? ഒരു മനുഷ്യനെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും അല്ലേ? നമ്മൾ ആദ്യം പറയേണ്ടത് എന്താ? നമ്മുടെ സുഹൃത്തിനെ കാണണം, ആദ്യം പറയേണ്ടത് എന്താ? അസ്സലാമു അലൈക്കും. നമ്മുടെ സഹോദരിയെ, നമ്മുടെ സുഹൃത്തായ ഒരു പെണ്ണിനെ, പടച്ച റബ്ബേ, ഒരു രണ്ട് സ്ത്രീകളെ കണ്ടുമുട്ടാണ്, ഉമ്മമാര് ഒരു സ്ത്രീയെ കണ്ടുമുട്ടാണ്, എന്ത് പറയണം? അസ്സലാമു അലൈക്കും അല്ലേ? അല്ലാഹു തആല ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നന്മകൾ കൊണ്ട് നടക്കാൻ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് സലാം പറയുക എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകൾ നന്നാക്കാൻ നമ്മോട് പറഞ്ഞല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകൾ നന്നാക്കാൻ അല്ലാഹു തആല നമ്മോട് പഠിപ്പിച്ചല്ലോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അൽ മുഅ്മിനു അക്റമു അലല്ലാഹി മിനൽ മലായികത്തിൽ ലദീന ഇൻദഹു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനം ആർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ കൂടെ സദാ സമയത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെക്കായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതായിരിക്കോ? പടച്ച റബ്ബേ, സത്യവിശ്വാസികൾക്കാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, സത്യവിശ്വാസിക്ക് അത്രത്തോളം പവർ ഉണ്ടല്ലോ. ഒരു സത്യവിശ്വാസിയായ മനുഷ്യന് അത്രത്തോളം പവർ ഉണ്ടല്ലോ. നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ മലക്കുകളെക്കായും പവർ അല്ലാഹു നിനക്ക് തരുമല്ലോ. നിന്റെ ജീവിതത്തിൽ അല്ലാഹുവേ ഒരുപാട് ഹറാം കണ്ടു, ഒരുപാട് ഹറാം കേട്ടു, ഒരുപാട് ഹറാം ചിന്തിച്ചു. പക്ഷേ ജീവിതത്തിൽ സത്യവിശ്വാസിയാകാൻ അവനിക്ക് താല്പര്യമുണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാ, പടച്ച തമ്പുരാന്റെ മുമ്പിൽ വിജയിക്കാനുള്ള മാർഗം എന്താ ഉമ്മ? അല്ലാഹുവിന്റെ മുമ്പിൽ വിജയിക്കാനുള്ള മാർഗം എന്തോ? അല്ലാഹുവിന്റെ പരിശുദ്ധ സ്വർഗ്ഗം ലഭിക്കുന്നത് സത്യവിശ്വാസിക്കാണെങ്കിലോ പരസ്പരം നിന്റെ സുഹൃത്തിന്റെയും നിന്റെ കൂട്ടുകാരുടെയും നിന്റെ കൂടെ പിറപ്പിന്റെയും ഇടയിലോ അല്ലാഹുവേ പരസ്പരം നീ സ്നേഹമുണ്ടാക്കിയാൽ ഇഷ്ടമുണ്ടാക്കുന്നവനാണ് സത്യവിശ്വാസി എന്ന് വിശുദ്ധമായ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, ആ സ്നേഹമുണ്ടാകാൻ, ആ സത്യവിശ്വാസിയാകാൻ അവിടുന്ന് പഠിപ്പിച്ച കാര്യം എന്തെന്നറിയില്ല, അത് സലാമിനെ പരത്തലാണല്ലോ. അതുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വിജയത്തിലേക്ക് കടന്നു വരാൻ, അതാ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവേ, സലാം പറഞ്ഞിട്ട് വാക്കുകൾ നന്നാക്ക്, ജീവിതത്തിൽ നല്ലത് മാത്രം പറയ, നല്ല സംസാരങ്ങൾ കൊണ്ട് നടക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ സ്വീകരിക്കുമല്ലോ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരുമല്ലോ. നിന്റെ ജീവിതത്തിലെ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമല്ലോ. ഒരാളോടും വെറുപ്പ് വെക്കല്ലേ ഉമ്മ, ഒരാളോടും ദേഷ്യം വെക്കല്ലേ ഉമ്മ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം വദമുഹു വഇർദുഹു വമാലുഹു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ രക്തമുണ്ടല്ലോ, അവന്റെ അഭിമാനമുണ്ടല്ലോ, അവന്റെ സമ്പത്തും നിനക്ക് ഹറാമാ. അവന്റെ രക്തം പോയിട്ട് ചിന്തിപ്പിക്കുക
പീഡിപ്പിക്കല്ലടാ. ഇരുട്ടിന്റെ മറവിൽ പാവപ്പെട്ടവനെ കുത്തിമലർത്താൻ നീ കൂട്ടു നിൽക്കല്ലടാ. മറ്റുള്ളവനെ വെട്ടാനും മറ്റുള്ളവനെ കൊല്ലാനും നീ ഒരിക്കലും തന്നെ കൂട്ടു നിൽക്കരുതോ. പടച്ചുറപ്പേ, മറ്റുള്ളവന്റെ അഭിമാനത്തെ നീ കൈകടത്തരുത്. മറ്റുള്ളവന്റെ ജീവിതത്തിലെ അഭിമാനത്തെ നീ കൈകടത്താൻ പാടില്ല. അതേപോലെ മറ്റുള്ളവന്റെ സമ്പത്ത് നീ അധികരിപ്പിക്കാൻ പാടില്ല. അവന്റെ സമ്പത്തിനെ നീ അപഹരിക്കാൻ പാടില്ല. ഇതെല്ലാം ഒരു മുസ്ലിമിന്റെ മറ്റൊരു മുസ്ലിമിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയതാ. അല്ലാഹു തആല ഹറാമാക്കിയതാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയാൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിൽ ഹറാമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവന്റെ രക്തം, അവന്റെ അഭിമാനം, അവന്റെ സമ്പത്ത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കാം. എന്റെ പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാൻ ഇന്ന് എത്ര ആളുകളാ രംഗത്ത് വരുന്നത്? അത് താല്പര്യം പോലെ ഏറ്റെടുത്തിട്ട് മറ്റുള്ളവന്റെ സമ്പത്തിൽ കൈകടത്തുന്ന എത്ര ആളുകൾ? നമുക്ക് അല്ലാഹു ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.